ഹായ് കൂട്ടുകാരെ, ഷിജുസ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, അങ്ങനെ ഇന്ന് ഞങ്ങൾ തിരക്കിലാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ വീട്ടിൽ രണ്ടുപേരും വിരുന്നുകാർ വരുന്നുണ്ട്. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് സൗദിയിൽ നിന്നും ഒരു ചേട്ടനും ചേച്ചിയും വരുന്നുണ്ട്. അപ്പം അവർ വന്നു കഴിയുമ്പോൾ അവരോട് തന്നെ നമുക്ക് നേരിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താം. ശരണ്യ കാപ്പി കുടിക്കുന്നതേ ഉള്ളു, ഇടിയപ്പവും കടലക്കറി. അപ്പൊ അങ്ങനെ കഴിച്ചോണ്ടിരിക്കുന്നതേ ഉള്ളു. നിങ്ങളെല്ലാം കഴിച്ചോ? നിങ്ങൾക്ക് എന്താണ് കമന്റ് ചെയ്യണേ? അപ്പൊ അതെ, സൗദിയിൽ നിന്നും കോഴിക്കോട്ട് എത്തിയിട്ട് കോഴിക്കോട്ട് നിന്നും നമ്മുടെ വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏകദേശം ഒരു 11-12 മണിക്ക് ഇവിടെ എത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് അവർക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരുക്കി വെക്കണ്ടേ? പിന്നെ നമ്മുടെ അച്ഛൻ രാവിലെ പോയി വെളുപ്പിനെ പോയി കറി വെക്കാനെല്ലാം ബീഫ് മേടിച്ചു, പിന്നെ കേര കഷ്ണവും മേടിച്ചു. അപ്പം അങ്ങനെ ഇന്ന് നമുക്ക് അങ്ങോട്ട് അവർക്ക് വേണ്ടിയുള്ള ഒരു അതെ അങ്ങനെ അതെ നമ്മുടെ അടുക്കളയെ തിറുതി പണിയിലാണല്ലേ ശരണ്യ? കണ്ട ഇഞ്ചി ഇതൊക്കെ റെഡിയാക്കണുണ്ട്. അതെന്തിനു വേണ്ടിയാണ് ശരണ്യ? കേര കണ്ട, അതെ നമ്മുടെ കേരമീൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ കൂട്ടുകാരെ, ഇതേ കണ്ട നമ്മുടെ അച്ഛൻ്റെ പയറൊക്കെ അരിഞ്ഞിരിക്കുകയാണ്. പിന്നെ അതുകൂടാതെ അമ്മ എന്നെ അടിക്കണമ്മ ബീഫ് വേവിക്കുന്നു അല്ലേ? സവോള. ശരി ശരി. നമ്മുടെ ശരണ്യ എന്നെ അടിക്കുന്നു. ശരണ്യ ചിക്കൻ കഴുകിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അങ്ങനെ ചിക്കനൊക്കെ ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയാണ് നമ്മുടെ ശരണ്യ. ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി എന്നാ ചെയ്യാൻ പോണ ശരണ്യ? വെള്ളം പിഴിഞ്ഞ് ചട്ടിക്കത്തിട്ട് വയ്ക്കാം, വറുത്തെടുക്കാൻ പോകും. ആണല്ലേ? വേറെ എന്നാണ് ചെയ്യുന്നത്? ഞാൻ കേരക്കറി വെച്ചിട്ടുണ്ട്. എന്നാ അതെ കാണിച്ചു തരാം. കണ്ട കൂട്ടുകാരെ, നമ്മുടെ കേരമീൻ കറി വെച്ചിരിക്കുകയാണ്. കണ്ട അടിപൊളിയല്ലേ ശരണ്യ? എന്തൊക്കെയാണ് പഴമൊക്കെ അടുക്കി വെച്ചോണ്ടിരിക്കുകയാണ്. മിടുക്കിയായല്ല? നമ്മുടെ അച്ഛനും അമ്മയൊക്കെ പാചകത്തിൽ തന്നെയാണ് കേട്ടാ. അമ്മ അടിക്കും നല്ല അടിപൊളി ചിക്കൻ കറി വെച്ചോണ്ടിരിക്കുകയാണ് അല്ലേ? സൂപ്പർ ചിക്കൻ കറിയാണ് വെച്ചോണ്ടിരിക്കുന്നത്. പിന്നെ അതെ അച്ഛനെന്തോ പറയുന്നു, പയറ് തോരൻ. പിന്നെ അതെ നമ്മുടെ അമ്മയാണെങ്കിൽ ഇതേ മോര് കാച്ചിയതൊക്കെ കടുക് വറുത്തിട്ടില്ല, കാച്ചിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഇവിടെ അടുക്കള പണിയൊക്കെ ഒതുങ്ങിക്കൊണ്ടിരിക്കുന്നു അല്ലേ? കണ്ട ശരണ്യ എന്തൊക്കെ അടുക്കി പെറുക്കാനൊക്കെ പറയുന്നുണ്ട് അച്ഛനോട്. ബീട്രൂട്ട് അച്ചാറ് തീർന്നു പോയോ? ഇതാരാണ് ഈ പാത്രം കഴുകുന്നത്? ഇതാരാ പാത്രം തിരക്കില്ലല്ലേ? എന്നാ ഉള്ള പാത്രം കഴുകി വെച്ചേക്കല്ലാന്ന്. ഇത്തരം പാത്രം കഴുകാനിട്ട് കൊടുത്ത് കഴുകിക്കോ. ശരി ശരി. ശരണ്യ തിന്നൊക്കെ തൂത്തണ്ടിരിക്കണോ? അമ്മയുടെ ഇവിടം വരെ ഈ പരിപാടി. ബീഫൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. അടിപൊളിയാണല്ലേ? സൂപ്പർ ബീഫ് വറുത്തതാണ്, അടിപൊളി കേട്ടോ. മോര് കാച്ചിയതൊക്കെ കാണിച്ചായിരുന്നല്ലോ കൂട്ടുകാരെ. എന്റെ അമ്മ ഒന്നുകൂടി ഇനി കാണിച്ചുതരാം അമ്മയുടെ. നമ്മുടെ മോര് കാച്ചിയത് വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റേതൊക്കെ കാണിച്ചായിരുന്നു. ശരി ശരി. ശരണ്യ ഈ കൊലയുടെ ചുറ്റിനും കുറച്ച് ദിവസമായല്ല വട്ടയിട്ട് പറക്കാൻ തുടങ്ങിയിട്ട്. പഴുത്ത വഴ അല്ലേ? ശരണ്യക്കും തിന്നണ്ടേ അല്ലേ? എല്ലാ ദിവസവും രാവിലെ ഞാൻ നോക്കുമ്പോ കൊലയുടെ ചുറ്റിനും നടക്കണതാണ്. അതവിടെ കിടന്നോട്ടെ, അവിടെ കിടന്ന്. അന്നേരം കാക്കയൊക്കെ കൊത്തിക്കോളുവേ. അച്ഛൻ വരുമ്പോ അച്ഛനെ കൊണ്ട് വെട്ടിച്ചാ മതി. നമ്മുടെ വിരുന്നുകാർ വന്നില്ലല്ലോ വരുവാ. അവരവിടുന്ന് വരണ്ടായോ? വണ്ടി തിരക്കല്ലല്ലോ വഴി സൈഡ്.
ആ അതാണ്. അതാ അപ്പൊ അവര് വരും. കണ്ട ശരണ്യ അങ്ങനെ സുന്ദരി കുട്ടിയായിട്ട് കാത്തിരിക്കുകയാണ് സുന്ദരി കുട്ടിയൊന്നുമല്ല, വിരുന്നുകാര് വരാനല്ലേ. എന്നും നിക്കുന്ന പോലെ നിൽക്കുക. ആണോ? ആഹാ. പഴം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടോ പഴത്തിന്? നല്ല മധുരമുണ്ട്. ആണല്ലേ? ഒരു നിമിഷം തിന്നു. ആ വേണ്ട, എനിക്ക് വേണ്ട. ഇനിയിപ്പോൾ ചോറൊക്കെ തിന്നണ്ടേ? അവർ വന്നു കഴിഞ്ഞിട്ട് ചോറൊക്കെ കഴിച്ചിട്ട് ഞാൻ പഴം തിന്നോളാം. പഴം തിന്നോളാം. ആ അപ്പോൾ നമുക്ക് അവർ വരാൻ വേണ്ടി വെയിറ്റിംഗിൽ വെയിറ്റ് ചെയ്യാം. അപ്പൊ കൂട്ടുകാർ നമ്മളെ കാണാൻ വന്ന നമ്മുടെ ചേട്ടനും ചേച്ചിയും പോയി. പക്ഷെ അവരുടെ വീഡിയോയിൽ അവരെ കാണിക്കരുതെന്ന് പറഞ്ഞ കാരണമാണ് നമ്മൾ വീഡിയോ കാണിക്കാത്തത്. അപ്പോൾ അവരുടെ അനുവാദം ഇല്ലാതെ നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ശരണ്യത അത് കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കണം. നമ്മുടെ പപ്പടവും ബീഫും അല്ലേ എല്ലാം കൂടി. അതെ, അവരെപ്പോഴും വിളിക്കുമ്പോ പറയാറുണ്ടായിരുന്നു നാട്ടിൽ വരുമ്പോ വരും, നിങ്ങളെ കാണാൻ ഉറപ്പായിട്ടും വരുമെന്ന് പറഞ്ഞു. അതെ അതെ, അവര് സൗദി അറേബ്യയിലാണ് രണ്ടുപേർക്കും ജോലി ചെയ്യുന്നത്. അതെ അതെ. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ നമ്മളെ അതെ അത് കാണിച്ചു തരാം. ഞങ്ങൾക്കൊരു സമ്മാനം കൊണ്ടുവന്ന് തന്നായിരുന്നു. അതെ 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 അതെ. അപ്പൊ കൂട്ടുകാരെ ചോറുണ്ടില്ലെങ്കിൽ ഇങ്ങോട്ട് പോര്. നമുക്ക് പപ്പടം, മീൻകറി, അങ്ങനെ ഇറച്ചിക്കറി, ബീഫ് വറുത്തത്, അപ്പൊ അങ്ങനെ എല്ലാം കൂട്ടി നമുക്ക് ഭക്ഷണം കഴിക്കാം. അതെ ആ. അപ്പൊ കൂട്ടുകാരെ, അപ്പൊ ഇനി സമ്മാനം കൂടി കാണിച്ചേക്കാം. സമ്മാനം അല്ലേ? ആ അതെ അതെ അതെ. അപ്പൊ കൂട്ടുകാരെ, അവരെന്നാലും ഇത്രയും ദൂരം എത്തിയതിൽ ഞങ്ങൾക്ക് നമ്മളോടുള്ള ഒരു സ്നേഹം കൊണ്ടും അതെ നമ്മുടെ വീഡിയോയോടുള്ള താല്പര്യം, അതെ ആ ബന്ധം കൊണ്ടുപോകാൻ അവരിവിടെ എത്തി. അതെ, അതിലൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. വരും എന്ന് പറഞ്ഞായിരുന്നു. ആ വാക്ക് പാലിച്ചു. അതെ 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 അതെ, ശരിയാ. അവർ 7-ാം തീയതി തിരിച്ച് സൗദിയിലേക്ക് പോവുകയാണ്. അപ്പം എന്നാലും അതൊക്കെ മുമ്പായിട്ട് നമ്മളെ കാണാൻ വന്നു. പിന്നെ ഞങ്ങൾക്കൊരു സങ്കടമുള്ളു, വീഡിയോ എടുക്കാൻ സാധിച്ചില്ല കൂട്ടുകാരെയൊന്നും അവരെ കാണിക്കാനായിട്ട് അല്ലേ. കാരണം അവർക്ക് അപ്പം മറ്റുള്ളവരൊക്കെ കണ്ടാൽ എങ്ങനെയാണ് എന്നുള്ള ആ ഒരു ഇതുള്ളത് കൊണ്ടാണ് വീഡിയോ എടുക്കാഞ്ഞത്. അപ്പോൾ കൂട്ടുകാരെ, ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കണം. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.